നമ്മൾ പാടിയതുപോലെ പരീക്ഷ എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകി തന്നാൽ അതിന് പരിഹാരം അവൻ നമുക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ ചേർന്ന് പാടി. പരിഹാരം ദൈവം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു ദർശനം, ഒരു കാഴ്ചപ്പാട് എപ്പോഴും ഒരു വിശ്വാസിക്ക് നല്ലതാണ്. പക്ഷേ പരിഹാരം നമ്മളായിട്ട് തന്നെ വേണ്ടെന്ന് വെച്ചാൽ നമ്മുടെ കർത്താവിന് ഒന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. പലപ്പോഴും എൻ്റെയും നിങ്ങളുടെയും വിശ്വാസ ജീവിതത്തിൽ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് തലത്തിൽ ഞാനും നിങ്ങളും ആയിരുന്നാലും നമ്മുടെ വിശ്വാസത്തിന് പരീക്ഷകൾ അഥവാ പരിശോധനകൾ ഉണ്ട്. അതിന് ദൈവിക ദാസന്മാരാൽ അനുഗ്രഹിക്കപ്പെട്ട എഴുത്തുകാരന്മാർ നമുക്ക് ദൈവവചനവും നൽകി തന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണാപ്പാഠം അറിയാവുന്നവരും പഠിക്കുന്നവരും മനസ്സിലാക്കിയിരിക്കുന്നതാണ്. എന്നാൽ നമ്മൾ പ്രാവർത്തിക ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്യുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരവും സങ്കടകരവുമായിട്ടുള്ള ഒരു അനുഭവമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളും അനുഭവിക്കുന്ന മനോവ്യഥ എന്നുള്ളത് നമുക്ക് പലപ്പോഴും ആരോടും പറഞ്ഞു തീർക്കുവാൻ പറ്റാത്തതിലും അപ്പുറമാണ്. അതുകൊണ്ട് ഈ പാട്ട് എന്തുകൊണ്ട് സെലക്ട് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ദൈവവചനം ചിന്തിച്ചപ്പോൾ എനിക്ക് നൽകി തന്ന ഒരു ആലോചന ഇന്ന് പൽക്കാലം നമുക്കൊന്നിച്ച് ചിന്തിക്കുവാനായിട്ട് നൽകി തന്നതും വിശ്വാസത്തിൻ്റെ പരിശോധന എന്നുള്ളതാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ബ്രദർ എൽദോസ് നമ്മളോട് വിശദമായിട്ട് ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. അത് നമ്മൾ എത്ര പേര് ഓർക്കുന്നുണ്ട് എന്ന് നമുക്കറിയത്തില്ല. വചനം കേൾക്കുക മാത്രമല്ല, അത് അനുഷ്ഠിക്കുവാനും ഞാനും നിങ്ങളും കടപ്പെട്ടവരാണ്. എന്തുകൊണ്ടാണ് അത് ചെയ്യേണ്ടത് എന്ന് വളരെ വിശദകരമായ രീതിയിൽ ദേവദാസൻ എന്നെയും നിങ്ങളെയും ഓർപ്പിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ ആഴ്ച നമുക്ക് അനുഷ്ഠിക്കുവാനായിട്ട് കഴിഞ്ഞോ? നമ്മുടെ ഈ ലോക ജീവിതത്തിൽ ഈ വചനം വായിച്ചപ്പോൾ അത് നമ്മളോട് സംസാരിച്ച ഓരോ വാക്കുകളും വചനങ്ങളും നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം അത് അപ്ലൈ ചെയ്യുവാൻ കഴിഞ്ഞു എന്ന് നമ്മെ തന്നെ തിരിഞ്ഞ് ശോധന ചെയ്യേണ്ട അവസരമാണ്. ഇന്ന് പൽക്കാലം നമുക്കൊന്നിച്ച് അല്പസമയം അറിയാവുന്ന വാക്കുകളാണ്. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ ആദ്യത്തെ 11 വാക്യങ്ങളാണ് ഇന്ന് നമുക്ക് ഒന്നിച്ച് ചിന്തിക്കുവാനും ആ നിലയിൽ നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുവാനും നമുക്കിടയായിത്തീരണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടെ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നത്. മലയാളം മനസ്സിലാകാത്ത ആരുമുണ്ട് ഇവിടെ ഇരിപ്പുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് മലയാളത്തിലായിരിക്കും ഇന്നത്തെ മെസ്സേജ്. ഇഫ് എനിബഡി വാണ്ട് ടു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് മലയാളം clearly, you can go either to the youth session or you can do that. ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും ദാസനായ യാക്കോബ് എഴുതുന്നത്: ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കും വന്ദനം. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന എണ്ണുവിൻ. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. നിങ്ങൾ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നു എങ്കിൽ ഭർഷിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരയ്ക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരൻ ആകുന്നു. എന്നാൽ എളിയ സഹോദരൻ തൻ്റെ ഉയർച്ചയിലും
ധനവാനോ പുല്ലിൻ്റെ പൂ പോലെ ഒഴിഞ്ഞു പോകുന്നവനുമാകിയാൽ തൻ്റെ എളിമയിലും പ്രശംസിക്കട്ടെ. സൂര്യൻ ഉഷ്ണക്കാറ്റോടെ ഉദിച്ചിട്ട് പുല്ല് ഉണങ്ങി പൂവുതിർന്ന് അതിൻ്റെ രൂപഭംഗി കെട്ടുപോകുന്നു. അതുപോലെ ധനവാനും തൻ്റെ പ്രയത്നങ്ങളിൽ വാടിപ്പോകും. ഈ ദൈവവചനത്തിൻ്റെ അതിൻ്റേതായ അർത്ഥത്തിൽ എൻ്റെയും നിങ്ങളുടെയും ഹൃദയങ്ങളിൽ ദൈവത്തെ ആത്മാവ് പരിവർത്തിക്കട്ടെ എന്ന വളരെ ആത്മാർത്ഥതയോടെ ദൈവസന്നിധിയിൽ ഞാൻ നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കാൻ. യാതൊരു മുൻവിധികളോടും കൂടെ ദൈവവചനത്തിന് മുമ്പാകെ ഇരിക്കരുത്. ഉദാസീനതയോടെ ദൈവവചനം കേൾക്കുന്നവനും അത് ശ്രദ്ധിക്കുന്നവനും ശപിക്കപ്പെട്ടവനെന്നാണ് ദൈവവചനം സൂചിപ്പിക്കുന്നത്. കൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ യാതൊരു മുൻവിധിയും എൻ്റെയും നിങ്ങളുടെയും ഹൃദയങ്ങളിലൂടെ കടന്നു പോകാതെ, ദൈവമേ എന്നോട് അരുളി ചെയ്യണമേ, ഈ പറയുന്ന ആളിൻ്റെ മഹിമയോ ഈ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങളുടെ വാക്കുകളുടെ വിസ്താരതയോ അല്ല, ദൈവവചനം അതിൻ്റെതായ അർത്ഥത്തിൽ പല ദൈവിക ദാസന്മാരോടുകൂടെ പല സമയങ്ങളിലായി എൻ്റെയും നിങ്ങളുടെയും ഹൃദയങ്ങൾ അരുളി ചെയ്യുമ്പോൾ ആ പറയുന്ന മുഴുവനും അല്ലെങ്കിലും അതിൻ്റെ ഏതെങ്കിലും ഒരു വാക്കുകളോ വാക്യങ്ങളോ സെൻറ്റൻസുകളോ നമ്മുടെ ജീവിതത്തിൽ കുറിക്കൊള്ളുവാൻ നമുക്ക് ഇടയായിത്തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ ആ പറയുന്ന വാക്കുകൾ സെൻറ്റൻസുകൾ എൻ്റെയും നിങ്ങളുടെയും ഹൃദയങ്ങളിൽ ആത്മാവ് പരിവർത്തിക്കുമ്പോൾ അതിനെ കീഴ്പ്പെടുവാനും അതനുസരിക്കുവാനും ഞാനും നിങ്ങളും വിശ്വാസികൾ എന്ന നിലയിൽ ഉത്തരവാദിത്തപ്പെട്ടവരാണ് എന്ന് വളരെ വിനയത്തോടെ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, യാക്കോബ് എന്നുള്ള ആള് ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും ദാസനായിരുന്നു, ഒരു മീൻപിടുത്തക്കാരനായിരുന്നു ഈ യാക്കോബ്. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹത്താൽ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ ദൈവസ്നേഹം തന്നിലേക്ക് വ്യാപരിക്കപ്പെട്ടപ്പോൾ താൻ ചെയ്തു വന്നിരുന്ന ആ ജോലിയിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂടെ ഇറങ്ങിത്തിരിക്കുവാൻ തൻ്റെ ഒരു ആദ്യ ശിഷ്യനായി എന്നാണ് നമ്മൾ വായിക്കുന്നത്. ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ച ആദ്യ ശിഷ്യനായിരുന്നു യാക്കോബ് എന്നാണ് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നത്. AD 44 ഹേരോദിനാൽ താൻ കൊല്ലപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ 12 ഗോത്രങ്ങൾക്കും വന്ദനം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് നമ്മൾ ചരിത്രം മനസ്സിലാക്കുമ്പോൾ റോമാ സാമ്രാജ്യത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലായിട്ട് വിവിധ ഭാഗങ്ങളിൽ ചിതറിപ്പാർക്കുന്ന യഹൂദന്മാരെ ഉദ്ദേശിച്ചാണ് ഈ യാക്കോബ് ഈ പ്രബോധനം നൽകുന്നത് എങ്കിലും പുതിയ ഇസ്രായേലായ ക്രിസ്തീയ വിശ്വാസികൾക്ക് എപ്പോഴും അത് ആപ്ലിക്കബിളാണ് ഈ വചനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. എൻ്റെ സഹോദരന്മാരെ എന്ന് 19 പ്രാവശ്യം ഈ യാക്കോബിൻ്റെ ഈ ലേഖനത്തിൽ ഓരോ ചാപ്റ്ററിലായിട്ട് എഴുതപ്പെടുന്നതായിട്ട് അഭിസംബോധന ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിന് പ്രത്യേകമായിട്ടുള്ള ഉദ്ദേശം ഉണ്ട് എന്നത് ആത്മാർത്ഥമായി ആഴമായി പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. തൻ്റെ രക്തബന്ധമുള്ള യഹൂദന്മാരെ കുറിച്ച് മാത്രമല്ല യാക്കോബ് അവിടെ പറയുന്നത്, മറിച്ച് കർത്താവായ യേശുക്രിസ്തുവിനാൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലുമുള്ള ദൈവിക ക്രിസ്തീയ വിശ്വാസികൾക്കും കൂടിയാണ് ഈ യാക്കോബിൻ്റെ അഭിസംബോധന എന്ന് കാണുവാനായിട്ട് കഴിയും. അന്നത്തെ ചരിത്ര പശ്ചാത്തലം, ആ സഭകളിൽ ഉണ്ടായിരുന്ന സാമൂഹിക സ്ഥിതികൾ, അവരുടെ വ്യക്തികളുടെ ജീവിതങ്ങളിലേക്ക് നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ അവിടെ പല പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, കഷ്ടങ്ങൾ, പരിശോധനകളൊക്കെ സഹിക്കുന്ന വിശ്വാസികളുണ്ടായിരുന്നു. ചിലരുടെ വ്യക്തി ജീവിതങ്ങളിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അഭിമുഖീകരിക്കുന്ന ക്രിസ്ത്യാനികളുണ്ടായിരുന്നു. ചിലർക്ക് പാപം ചെയ്യുവാനുള്ള പ്രലോഭനങ്ങളിൽ പെട്ടുപോകുന്ന വിശ്വാസികളുണ്ടായിരുന്നു. പിന്നെ മുഖപക്ഷം കാണിക്കുന്ന വിശ്വാസികളുണ്ടായിരുന്നു. ദരിദ്രന്മാരെ പീഡിപ്പിക്കുന്ന വിശ്വാസികൾ ഉണ്ടായിരുന്നു. ഈർഷ്യയും ശാഠ്യവുമുള്ള വിശ്വാസികളുണ്ടായിരുന്നു. ശണ്ഠയും കലഹവും ഉണ്ടാക്കുന്ന വിശ്വാസികളുണ്ടായിരുന്നു. ഇവരോടെല്ലാവരോടും കൂടെയാണ് യാക്കോബ് ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ ദാസനും യേശു ക്രിസ്തുവിൻ്റെ ദാസനുമായ യാക്കോബ് അഭിസംബോധന ചെയ്യുന്നത്. അവിടെ പറയുന്നത് വിവിധമായിട്ടുള്ള ഈ പറഞ്ഞ ഈ കൂട്ടത്തിലുള്ള ജനങ്ങളോട് എല്ലാവരോടും പറയുകയാണ്, ഈ പ്രകാരമുള്ള വിവിധങ്ങളായിട്ടുള്ള പരീക്ഷകളിൽ നിങ്ങൾ അകപ്പെടുമ്പോൾ, അവിടെ ഇംഗ്ലീഷ് നമ്മൾ വായിക്കുന്നത് പരീക്ഷ എന്നല്ല, അതിനെ ട്രയൽസ്, അതിനെ പരിശോധന എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പരീക്ഷകളെ കുറിച്ച് താഴെയുള്ള വാക്യങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇവിടെ പരീക്ഷകളെ കുറിച്ചും
ട്രയൽസിനെ കുറിച്ചും ടെംപ്റ്റേഷനെ കുറിച്ചും ഈ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. നമ്മൾ ചിന്തിക്കുന്ന ഈ കാര്യം ഒരു ട്രയൽസാണ്, അതിനെ പരിശോധന എന്നാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. ഇങ്ങനെയുള്ള പരിശോധനകൾ നിങ്ങൾ അകപ്പെടുമ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് യാക്കോബ് വിശദമായിട്ട് പറയുന്ന ചില കാര്യങ്ങളാണ്, പോയിന്റുകളാണ് നമുക്കിന്ന് ഒന്നിച്ച് ചിന്തിക്കുവാനായിട്ട് ഇടയാകുന്നത്. എങ്ങനെയാണ് ഈ പരിശോധന കടന്നു വരുന്നത്? പുറമേ നിന്നും മറ്റുള്ളവർ മൂലമുണ്ടാകുന്ന പരിശോധനകൾ, നീക്കുപോക്കുകൾക്ക് വേണ്ടി ദൈവത്തോട് യാചിച്ചിട്ടും ഈ വിശ്വാസികൾ പരീക്ഷകൾ അകപ്പെടുകയാണ്. അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷത്തിൽ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഈ പരിശോധനകളെല്ലാം നിങ്ങളുടെ വിശ്വാസത്തെ സ്ഥിരതയുളവാക്കുന്നു എന്ന് യാക്കോബ് പറയുകയാണ്. നിങ്ങളുടെ വിശ്വാസത്തെ അത് ദൃഢമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ അനുഭവിക്കുന്ന ഈ പരിശോധനകൾ എന്നുള്ളത് അവിടെ യാക്കോബ് പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ജീവിതത്തിൽ കടന്നു വരുന്ന പരിശോധനകളെ വിജയമാക്കി മാറ്റുക എന്നുള്ളതാണ് ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ആത്യന്തികമായിട്ടുള്ള ചുമതല എന്നുള്ളത്. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രശ്നങ്ങളെ, പ്രതികൂലങ്ങളെ, പരിശോധനകളെ വിജയകരമാക്കി മാറ്റണമെങ്കിൽ 4 കൂട്ടം കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കണം എന്ന് യാക്കോബ് സൂചിപ്പിക്കുന്നു. അതിനെക്കുറിച്ച് നമുക്ക് ചില വാക്യങ്ങൾ ചില കാര്യങ്ങൾ ചിന്തിക്കാമെന്നാണ് വായിക്കുന്നത്. ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പോൾ ആദ്യമേ നമ്മൾ വായിക്കുന്നു, കൺസിഡർ ഇറ്റ് ഓൾ ജോയ് മൈ ബ്രദറൻ വെൻ യു എൻകൗണ്ടർ വേരിയസ് ട്രയൽസ്. വിവിധമായിട്ടുള്ള വിഷയങ്ങൾ, പ്രശ്നങ്ങൾ, പരിശോധനകൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് നമ്മൾക്ക് ആദ്യമായിട്ട് നിങ്ങൾക്ക് കാണേണ്ടത് അത് അശേഷം സന്തോഷം എന്ന് എണ്ണുകയും. നമുക്ക് എത്ര പേർക്ക് ആത്മാർത്ഥതയോടുകൂടെ ഇന്ന് പറയുവാനായിട്ട് സാധിക്കും? എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പലവിധമായിട്ടുള്ള പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ അത് സന്തോഷം എന്നെണ്ണുക എന്ന് ദേവദാസൻ പറയുകയാണ്. അതിൻ്റെതായ അർത്ഥത്തിൽ പ്രാക്ടിക്കലി നമുക്കത് എടുക്കുവാൻ സാധിക്കുമോ? എടുക്കണമെന്നാണ്. എടുത്താൽ നിങ്ങളുടെ പരിശോധനകളെ നിങ്ങൾക്ക് വിജയമാക്കി തീർക്കുവാൻ കഴിയും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് കൗണ്ട്, എണ്ണുക, അഥവാ എ ജോയ്ഫുൾ ആറ്റിറ്റ്യൂഡ്, സന്തോഷകരമായ മനോഭാവം. രണ്ടാമത് ആൻ അണ്ടർസ്റ്റാൻഡിങ് മൈൻഡ്, നോ, അറിയുക. പ്രശ്നങ്ങളെ, പരിശോധനകൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിനെ നിങ്ങൾ അതിൻ്റെതായ അർത്ഥത്തിൽ നിങ്ങൾ കാര്യങ്ങളെ മനസ്സിലാക്കുവാനുള്ള ഒരു മൈൻഡോടുകൂടെ അതിനെ അപ്രോച്ച് ചെയ്യുക. മൂന്നാമത് എ സറണ്ടേർഡ് വിൽ, ലെറ്റ്, അനുവദിക്കുക, അഥവാ കീഴടങ്ങുക. സമർപ്പിക്കുവാനായിട്ടുള്ള ഒരു ആഗ്രഹം. അവസാനമായിട്ട് ആസ്ക്, യാചിക്കുക. ഹാർട്ട് ദാറ്റ് വാണ്ട്സ് ടു ബിലീവ്, വിശ്വസിക്കുവാനുള്ള ഒരു തുറന്ന മനസ്സോടുകൂടെ, ഹൃദയത്തോടുകൂടെ ദൈവത്തോട് എൻ്റെ പരിശോധനകളെ സമീപിക്കുക, അഥവാ ആ പരിശോധനകളെ ദൈവസന്നിധിയിൽ അതിൻ്റെതായിട്ടുള്ള അർത്ഥത്തിൽ ദൈവത്തോട് ജ്ഞാനത്തിനായി, കൃപയ്ക്കായിട്ട് യാചിക്കുക. ആദ്യത്തെ പോയിന്റിലേക്ക് നമുക്ക് കടന്നു വരാം. കൗണ്ട്, എ ജോയ്ഫുൾ ആറ്റിറ്റ്യൂഡ്. വിവിധമായിട്ടുള്ള പരീക്ഷകൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഈ വിശ്വാസം, അതായത് ഈ പരീക്ഷകൾ, പരിശോധനകൾ, വിശ്വാസത്തിന്റെ പരിശോധന അത് സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അതിനെ അശേഷം സന്തോഷം എന്ന് എണ്ണുക. അങ്ങനെ നമ്മുടെ പ്രശ്നങ്ങളെ, പരിശോധനകളെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രശ്നത്തിന് പരിഹാരം കാണുവാനായിട്ട് നമ്മൾ സന്തോഷത്തോടെ സമീപിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തളർച്ച, അഥവാ നമ്മുടെ ജീവിതത്തിൽ തളർന്നു പോകുന്ന, വീണു പോകുന്ന അവസരങ്ങൾ ഉണ്ടാകാതിരിക്കും എന്നാണ് ഇവിടെ കർത്താവിൻ്റെ ദാസനായ യാക്കോബ് ഓർപ്പിക്കുന്നത്. കർത്താവ് തന്നെ നമ്മുടെ ഇവിടെ ഈ ലോക ജീവിതത്തിലായിരുന്നപ്പോൾ കർത്താവ് തന്നെ ശിഷ്യന്മാരോട് പറയുകയുണ്ടായി. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എന്നാൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആ കർത്താവിൻ്റെ വാക്കുകളിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് വരുന്ന പരിശോധനകളെ സന്തോഷമെന്ന് എണ്ണണം. അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തല പ്രവർത്തികൾ 14-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ രക്ഷയിലേക്ക് കടന്നു വന്ന അന്ത്യോക്യ, ലുസ്ത്ര, ഇക്കോനിയ, ആ പ്രദേശങ്ങളിലൊക്കെ അപ്പോസ്തലനായ പൗലോസ് പ്രവർത്തിച്ച അനേക രക്ഷയിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. അവരോട് പ്രബോധിപ്പിക്കുന്ന പ്രത്യേകമായിട്ടുള്ളൊരു കാര്യമുണ്ടാകും.
നാം അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കിടക്കേണ്ടതാകുന്നു. അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കണം. അപ്പോസ്തലനായ പത്രോസ് തൻ്റെ ആദ്യത്തെ ചാപ്റ്റർ 4-ാം അധ്യായം 1 പത്രോസ് 4-ാം അധ്യായത്തിൽ പറയുന്നു, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരിശോധനയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ച് പോകരുത്. എബ്രായ ലേഖനം നമ്മൾ രാവിലെ ആരാധനയ്ക്കായിട്ട് വായിക്കുകയുണ്ടായി. 12-ാം അധ്യായം 2-ാം വാക്യം നമ്മുടെ കർത്താവ് തന്നെ മാതൃകയായിട്ട് പറഞ്ഞ കാര്യമാണ്. കർത്താവ് ചെയ്ത കാര്യമാണ്, തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച കാര്യമാണ്. എന്താണ് അവിടെ? തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തുകൊണ്ട് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു അവസാനമായി ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരുന്നു. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തപ്പോൾ സന്തോഷത്തോടുകൂടെ എത്രയോ വലിയ വേദനകളിലൂടെ നമ്മുടെ കർത്താവ് കടന്നു പോകാനായിട്ടിടയായി തീർന്നു. അതുകൊണ്ടാണ് തുടർന്നുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും, പരിശോധനകൾ വരും, കഷ്ടതകൾ വരും. മറ്റാർക്കും പരിഹരിച്ചു കൂട്ടുവാൻ കഴിയാത്ത നിലയിലുള്ള അഗ്നിശോധനയോടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് നോക്കുവാനും ആശ്രയിക്കുവാനും പരിപൂർണമായി ഡിപ്പെൻഡ് ചെയ്യുവാനും ഒരാളുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് നമ്മുടെ കർത്താവായ യേശു കർത്താവാണ്. ഈ ലോകത്തിൽ ഞാൻ നിങ്ങളും അനുഭവിക്കുന്ന കഷ്ടതകളിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മുടെ ഈ ലോകത്തിലുള്ള ഭൗമികമായിട്ടും ശാരീരികമായിട്ടുള്ള നന്മകളെക്കാൾ ആത്മീയ നന്മകൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഈ ലോകത്തിലുള്ള പരീക്ഷകളെയും പരിശോധനകളെയും കഷ്ടങ്ങളെയും അശേഷം സന്തോഷമെന്ന് എണ്ണുവാനായിട്ട് നമുക്ക് കഴിയും. ഇയ്യോബ് തൻ്റെ ജീവിതത്തിൽ നിന്നും പറയുകയുണ്ടായി. 23-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ്. പലപ്പോഴും നമ്മൾ പറയും, യോബിനെ അത് കഴിയത്തുള്ളൂ, എനിക്ക് നിങ്ങൾക്കും അത് കഴിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ തടി തപ്പാനായിട്ട് ഇടയായിത്തീരും. എൻ്റെ പ്രിയമുള്ളവരെ, ഈ വാക്യങ്ങളൊക്കെ അതിൻ്റെതായ അർത്ഥത്തിൽ നമുക്ക് ചിന്തിക്കുമ്പോൾ പരിപൂർണമായിട്ടുള്ള ഡിപ്പെൻഡൻസ് നമ്മുടെ കർത്താവിൽ നമുക്കുണ്ടെങ്കിൽ ഈ വാക്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനർത്ഥമായിട്ട് തീരുവാനായിട്ട് ഇടയാകും. കാരണം നമ്മുടെ ഡിപ്പെൻഡൻസ്, ടോട്ടൽ ഡിപ്പെൻഡൻസ് നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലാണെങ്കിൽ നമുക്ക് കടന്നു വരുന്ന ഏത് പ്രതികൂലങ്ങളെയും, ഏത് പ്രയാസങ്ങളെയും, ഏത് പരിശോധനകളെയും അതിജീവിക്കുവാൻ നമുക്കിടയായിത്തീരും. അതുകൊണ്ട് നമ്മൾ ഒന്നാമത്തെ പോയിന്റ്, അത് അശേഷം സന്തോഷം എന്ന് നമ്മൾ എണ്ണണം. 2, അറിയുക, an understanding mind. 1 പത്രോസ് 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അറിയാവുന്ന വാക്യമാണ്, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് നിങ്ങൾ അറിയണം. അങ്ങനെ അറിയുമ്പോൾ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അത് പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. ഇപ്പൊ കാണത്തില്ല, അന്ന് നമ്മൾ അത് കാണും. അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം രാവിലെ വായിച്ചാൽ, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. നാം അറിയണം, പറഞ്ഞാൽ പോരാതെ നാം അറിയണം. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് വീണ്ടും ഓർപ്പിക്കുന്ന കൊരിന്ത്യ വിശ്വാസികൾ, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു എന്ന് മനസ്സിലാക്കും. റോമാലേഖനം 5-ാം അധ്യായം 3 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ജീവിതത്തിൽ കഷ്ടങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും പരിശോധനയിലൂടെയും കടന്നുപോയാൽ മാത്രമേ നമുക്ക് നല്ല ഒരു ക്രിസ്തീയ സ്വഭാവങ്ങളെ നമ്മളിൽ ജനിപ്പിക്കുവാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന അനുഭവിക്കേണ്ടി വരുന്ന പരിശോധനകൾ കൂടെ ദൈവനാമം
മഹത്വപ്പെടുക്കുവാനായിട്ട് അത് കാരണമായി തീരും എന്ന് നാം അറിയുമ്പോൾ മാത്രമേ ഏറ്റവും ക്ഷമയോടുകൂടെ അത് സഹിക്കുവാനും അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് രണ്ടാമത്തെ പോയിന്റ്, അറിയുക. ഇത് എനിക്ക് ദൈവം നൽകി തന്നിരിക്കുന്നത് വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരതയുളവാക്കുന്നു എന്ന് നാം അറിയണം. മൂന്നാമത്തെ പോയിന്റ്, എ സറണ്ടേർഡ് വിൽ. ലെറ്റ് ജീവിതങ്ങളെ ദൈവ ഇഷ്ടത്തിനായിട്ട് സമ്പൂർണമായിട്ട് സമർപ്പിക്കുക. ദൈവ ഇഷ്ടത്തിനായിട്ട് നമ്മുടെ ജീവിതങ്ങളെ അനുവദിക്കുക. ദൈവസന്നിധിയിൽ നാം സമ്പൂർണമായി കീഴ്പ്പെടാതെ സമർപ്പിക്കാതെ ദൈവത്തിന് നമ്മളിൽ പ്രവർത്തിക്കുവാനായിട്ട് കഴിയില്ല. നാം എത്ര മിടുക്കന്മാരായിരുന്നാലും എത്രമാത്രം വിശ്വാസമുള്ളവരായിരുന്നാലും ദൈവസന്നിധിയിൽ എൻ്റെ സ്വയത്വം ഉപേക്ഷിച്ചുകൊണ്ട് എൻ്റെ ശരീരങ്ങളെ ദണ്ഡിപ്പിച്ചുകൊണ്ട് ഞാൻ ഒന്നുമില്ല കർത്താവേ എന്ന് പറയുന്ന നിമിഷം വരെ നമ്മൾ കർത്താവിന് പ്രവർത്തിക്കുവാനായിട്ട് കഴിയില്ല. ഒരിക്കലായി വിശ്വാസത്താൽ ഞാൻ നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ തന്നെയും അനുദിന ജീവിതത്തിൽ നമ്മൾ കടന്നു വരുന്ന ഈഗോസ്, നമ്മൾ കടന്നു വരുന്ന നമ്മുടെ സ്വയത്തിൻ്റെതായിട്ടുള്ള പ്രശംസയുണ്ടല്ലോ, അത് പല കാരണങ്ങളുണ്ടാകാം. നമ്മുടെ വിദ്യാഭ്യാസം ഉണ്ടാകാം, നമ്മളുണ്ടാക്കുന്ന പണം ഉണ്ടാകാം, നമ്മൾ സാമൂഹികമായിട്ടുള്ള ചുറ്റുപാടുകൾ നല്ല നിലയിൽ ജീവിക്കുന്നുണ്ടാകാം. എന്നാൽ പ്രിയമുള്ളവരെ, അതുകൊണ്ട് കാരണമില്ല ഞാൻ വിശ്വാസി എന്ന് പറയുന്നതുകൊണ്ട് ഒരു കാരണവും ദൈവത്തിന് നിങ്ങൾ പ്രവർത്തിപ്പാനായിട്ട് കഴിയില്ല. ഞാൻ ഒന്നുമില്ല കർത്താവേ, ഞാൻ ഏതുമില്ല, ഞാൻ ഇതിനു മുമ്പിൽ ഒരു പൂവാടിപ്പോകുന്ന ഒരു പൂ പോലെ മാത്രമാണ് കർത്താവേ എന്ന് കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ മാത്രമേ എൻ്റെ ജീവിതത്തിലൂടെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ, എൻ്റെ ജീവിതങ്ങളെ ദൈവസന്നിധിയിൽ അനുവദിക്കുമ്പോൾ മാത്രമേ ദൈവത്തിന് എന്നിൽ പ്രവർത്തിക്കുവാനും എൻ്റെ ജീവിതങ്ങളിലൂടെ മറ്റുള്ളവർക്കും സഹവിശ്വാസികൾക്കും ദൈവസഭയ്ക്കും അനുഗ്രഹകരമായി തീരുവാനായിട്ട് ഇടയായി തീരുള്ളൂ. വാക്യങ്ങൾ അനവധിയുണ്ട്. യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തോട് എതിർത്തു നിൽക്കുന്ന അവന്റെ മുമ്പിൽ താഴുമ്പോൾ, എതിർത്ത് നിൽക്കാതെ അവന്റെ മുമ്പിൽ താഴുമ്പോൾ മാത്രമേ ദൈവത്തിന് നമ്മളെ ഉയർത്തുവാനായിട്ട് കഴിയുള്ളൂ. നാം വിശ്വാസത്തിൽ പരിപൂർണരാകുക എന്നുള്ളതാണ് പരിശോധനയുടെ അത്യന്തികമായ ലക്ഷ്യം. പഴയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കെല്ലാവർക്കും, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോലും കാണാപ്പാടം അറിയുന്ന ഒരു സ്റ്റോറിയാണ് യോനയുടെ ജീവിതം എന്നുള്ളത്. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളായിട്ട് ദൈവത്താൽ വേർതിരിക്കപ്പെട്ട ദൈവത്തിൻ്റെ പ്രവാചകൻ, ദൈവത്തിൻ്റെ സുവിശേഷം അറിയിക്കുവാൻ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവൻ. എന്താണ് തൻ്റെ ജീവിതത്തിലുണ്ടായത്? ദൈവം അരുളിച്ചതിന് വിപരീതമായി വിപരീത ദിശയിലേക്ക്, എതിർദിശയിലേക്ക് ഓടിപ്പോകുന്ന ഒരു ജോനെ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും ദുഷ്കരമായ അനുഭവം. അവസാനം ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ കീഴ്പ്പെട്ടു. തൻ്റെ ജീവിതത്തെ ദൈവസന്നിധിയിൽ പരിപൂർണമായിട്ട് സമർപ്പിച്ചു. ദൈവം പറഞ്ഞ ആ ആജ്ഞ അവൻ അനുസരിച്ചു. എന്താണ് ഫലം? അനേകായിരങ്ങൾ ദൈവത്തെ അറിയുവാനായിട്ട് ഇടയായിത്തീർന്നു. മനസ്സോടെയാണ് എന്നിട്ടും ദൈവത്തിന്റെ കൽപ്പനകളെ അവൻ അനുസരിച്ചത്. എന്നാൽ അനേകർ സുവിശേഷം അംഗീകരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ദൈവീക സ്വഭാവത്തോട് ഏകീഭവിക്കുവാൻ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ പരിപൂർണമായിട്ട് സമർപ്പിക്കുവാൻ ഇടയായിത്തീരണം. പ്രിയമുള്ളവരെ, ദാവീദ് സങ്കീർത്തനങ്ങൾ 131 പറയുന്നുണ്ട്, യഹോവേ, എൻ്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നില്ല, ഞാൻ നിഗളിച്ച് നടക്കുന്നില്ല, എൻ്റെ ബുദ്ധിക്കെത്താത്ത വൻകാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിലും ഞാൻ ഇടപെടുന്നതുമില്ല. ഞാൻ എൻ്റെ പ്രാണനെ താലോലിച്ച് മിണ്ടാതാക്കിയിരിക്കുന്നു. തൻ്റെ അമ്മയുടെ അടുക്കൽ മുലകുടി മാറിയ പൈതലെന്ന പോലെ എൻ്റെ പ്രാണൻ എൻ്റെ അടുക്കൽ മുലകുടി മാറിയതുപോലെ ആകുന്നു. ആ രീതിയിൽ ജീവിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധന അത് അനുഗ്രഹകരമായിട്ട് തീരുവാനിടയായി തിരിയുള്ളൂ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം നമ്മൾ വായിച്ച അവസാനത്തെ വാക്യങ്ങൾ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ 2 മനുഷ്യരെ കാണുന്നുണ്ട്. എളിയ സഹോദരൻ, പിന്നെ ധനവാനായ മറ്റൊരു സഹോദരൻ. ധനവും സാമൂഹികമായിട്ടുള്ള ചുറ്റുപാടുകളുമാണ് ഇവർക്ക് 2 പേർക്കും ഉണ്ടായിരുന്ന പ്രശ്നം. പാവപ്പെട്ടവനായ സഹോദരൻ ഈ ലോകപ്രകാരം അധികമൊന്നും ഇല്ലാത്തവനാണെങ്കിൽ പോലും അവൻ്റെ ആത്മീയമായിട്ടുള്ള ഉന്നമനം അവൻ്റെ പ്രശ്ന സമയത്ത് അവനെ സഹായിക്കുന്നതായിട്ട് ആണ് യാക്കോബ് ചിത്രീകരിക്കുന്നത്. ധനവാനോ നശിച്ചു പോകുന്ന തൻ്റെ നേട്ടങ്ങളിൽ മാത്രം ആശ്രയിച്ചതുകൊണ്ട് പ്രശ്ന സമയത്ത്
താൻ പുല്ലുപോലെ പൂപാടി പോകുന്ന പോലെ പോകാതിരിക്കുവാൻ, തൻ്റെ ജീവിതത്തിൽ നാശം സംഭവിക്കാതിരിക്കുവാൻ, തൻ്റെ നഷ്ടങ്ങളിൽ ദുഃഖിതനായിത്തീരാതെ വണ്ണം എളിമയിൽ പ്രശംസിക്കുവാൻ യാക്കോബ് ധനവാനെ പ്രബോധിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രിയമുള്ളവരെ, വളരെയധികം ആത്മീയമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന, മനസ്സിലാക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്, വാക്യങ്ങളാണ് ഈ ധനവാന്റെയും ഈ സാധാരണ എളിയ സഹോദരൻ്റെ ജീവിതത്തിൽ. ഈ കൂട്ടത്തിൽ ഏത് കൂട്ടത്തിൽ ഞാൻ ഉൾപ്പെടുന്നു എന്ന് എനിക്കും നിങ്ങൾക്കും നമുക്ക് തന്നെ ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീരട്ടെ. അവസാനമായി 4ാമത്തെ പോയിന്റ്, എ ബിലീവിംഗ് ഹാർട്ട് ആസ്ക്. പരിശോധനയുടെ മധ്യത്തിൽ ഔദാര്യമായി കൊടുക്കുന്ന നമ്മുടെ കർത്താവിനോട് ജ്ഞാനത്തിനായിട്ട്, കൃപയ്ക്കായിട്ട്, ദൈവിക പരിജ്ഞാനത്തിനായിട്ട്, ദൈവിക അരുളപ്പാടുകൾക്കായിട്ട് മുട്ടുമേൽ നിൽക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും ഇടയായിത്തീരണം. ദൈവിക ജ്ഞാനത്തിനായി ദൈവത്തോട് യാചിക്കട്ടെ. യഹൂദാജനം അറിവിന് വേണ്ടി, അഥവാ ജ്ഞാനത്തിന് വേണ്ടി, അധികമായി ജ്ഞാനത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്ന അധികമായിട്ട് അവർ ജ്ഞാനത്തെ സ്നേഹിക്കുന്നവർ ആയിരുന്നു എന്ന് സദൃശ്യവാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പ്രസംഗമുഖരിതമായി തീരുന്ന അവസരങ്ങൾ ഏറ്റവും ആവശ്യമായി വരുന്ന ഘടകങ്ങളാണ് ദൈവകൃപ, ബലം, വിടുതൽ എന്നുള്ളത്. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു, അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. നമുക്കറിയാം, വിശ്വാസത്തിൽ പ്രശ്നങ്ങൾ വന്നപ്പോൾ പേടിച്ച് വരണ്ട് കർത്താവേ രക്ഷിക്കണമെന്ന് വിളിച്ച ഒരു ശിഷ്യനുണ്ടായിരുന്നു. പത്രോസിന്റെ അനുഭവം മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൽ 22 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. അവിശ്വാസത്താൽ പേടിക്കുന്ന പത്രോസിന്റെ അനുഭവം നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് അദ്ദേഹത്തെ വിളിച്ച ഒരു വാക്കുണ്ട്, എന്താണ്? അല്പ വിശ്വാസിയെ, നീ എന്തിന് സംശയിച്ചു? പത്രോസിന്റെ വിശ്വാസ ജീവിതത്തിന്റെ ആദ്യ സമയങ്ങളിൽ തന്റെ ഗുരുവായ യേശുവിനെ മാത്രം നോക്കി അനുഗമിച്ചതുകൊണ്ട് തന്റെ ജീവിതത്തിൽ വരുന്ന ഏത് പ്രശ്നങ്ങളെയും ഭയരഹിതമായിട്ട് അദ്ദേഹത്തിന് സമീപിക്കുവാനായിട്ട് കഴിഞ്ഞു. എന്നാൽ തൻ്റെ നോട്ടം, തൻ്റെ വിശ്വാസം തൻ്റെ ഗുരുവിൽ നിന്ന് താൻ നീക്കിയപ്പോൾ, കാറ്റിനെയും കടലിനെയും തിരമാലയൊക്കെ കണ്ടപ്പോൾ, ശ്രദ്ധിച്ചപ്പോൾ, ഗുരുവിലുള്ള വിശ്വാസം തനിക്ക് നഷ്ടപ്പെടുവാനും താൻ മുങ്ങിപ്പോവാനും ഇടയായിത്തീർന്നു. ആ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പാഠമായിട്ട് ഇരിക്കട്ടെ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ചിന്തിച്ച ഈ ചിന്തകളിലൂടെ നമ്മുടെ പ്രശ്നങ്ങളും പരിശോധനകളുടെയൊക്കെ മധ്യത്തിൽ നമ്മുടെ കർത്താവിനോട് ദൈവിക കൃപയ്ക്കായിട്ട്, ദൈവിക ആലോചനയ്ക്കായിട്ട് നമ്മെ തന്നെ സമ്പൂർണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് വേണ്ടി കേണപേക്ഷിക്കുമ്പോൾ ദൈവം നമ്മെ സഹായിക്കും, ബലപ്പെടുത്തും. വിശ്വാസ ജീവിതത്തിൽ അസ്ഥിരൻ ആകാതെ ദൈവത്തിൽ മാത്രം അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി നമ്മുടെ ജീവിതം നയിക്കുവാനായിട്ട് നമുക്കിടയായി തീരട്ടെ. അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ ഈ പറഞ്ഞ 4 കൂട്ടം കാര്യങ്ങൾ, നമ്മൾ ചിന്തിച്ച 4 കൂട്ടം കാര്യങ്ങൾ, വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് അശേഷം സന്തോഷം നേടുവാനായിട്ട് നമുക്കിടയായിത്തീരും. വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നുവെന്ന് അറിയുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ ജീവിക്കുമ്പോൾ സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരും. നമുക്ക് നമ്മളെ കൊണ്ട് തന്നെ ഒന്നും പ്രാപിപ്പാനും നേടുവാനും നമുക്ക് കഴിയാത്ത അവസരങ്ങൾ ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തിന്റെ ജ്ഞാനത്തിനായിട്ട് മുട്ടുമേൽ നിന്ന് കർത്താവിനോട് യാചിക്കുമ്പോൾ പരിശോധനകളിൽ നമുക്ക് അറിവുണ്ടാകുവാൻ, ജ്ഞാനമുണ്ടാകുവാൻ, ആ നിലയിൽ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ നമുക്കിടയായിത്തീരും. അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മുടെ പരിശോധനകളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും ദൈവം നമുക്ക് സമ്പൂർണ്ണ വിജയം നൽകി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പ്രതിഫലം പ്രാപിപ്പാനായിട്ട് ഇടയായിത്തീരും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്കും നിങ്ങൾക്കും, ഞാനും നിങ്ങളും ബലഹീനരാകുമ്പോൾ, ഞാനും നിങ്ങളും ആശയറ്റരാകുമ്പോൾ, പലവിധമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി ദൈവിക സന്തോഷം, ആത്മീയ സന്തോഷം, ദൈവവചന ചിന്ത, ദൈവത്തിൽ എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യുവാനും സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കഴിയാത്ത സാഹചര്യത്തിൽ
ഈ 4 കൂട്ടം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കുകയാണെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിത്തരുന്ന പരിശോധനകൾ ഏത് വിധത്തിലുള്ള പരിശോധനകളായിരുന്നാലും, മറ്റുള്ളവരാൽ പരിശോധനകളായിരുന്നാലും, നമ്മുടെ സഹോദരന്മാരുള്ള പരിശോധനകളായാലും, നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ള പരിശോധനകളായാലും, നമ്മൾ ജോലികൾ ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിന്നുള്ള പരിശോധനകളായാലും, നമ്മുടെ വേല ദിവസത്തിൽ നിന്നുള്ള നമ്മുടെ പരിശോധനകളായിരുന്നു, ഏത് നിലയിലും ചിത്രീകരിച്ചുകൊണ്ട് നമ്മൾ വിശ്വാസികൾ എന്ന നിലയിൽ ഈ 4 കൂട്ടം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ വിശ്വാസത്തോടുകൂടെ നമ്മുടെ കർത്താവിനെ സമീപിക്കുവാനും അവസാനമായി എനിക്ക് നിങ്ങൾക്കും വാഗ്ദത്തം നൽകി തന്നിരിക്കുന്ന പ്രതിഫലം പ്രാപിച്ചുകൊണ്ട് അവസാനമായി കർത്താവിന്റെ സന്നിധിയിൽ സന്തോഷത്തോടുകൂടെ ഒരു പ്രയാസങ്ങൾക്ക് കാരണമായി തീരാതെ നമ്മെ എന്തിനു വേണ്ടി വിളിച്ചോ ആ കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ ഈ വാക്കുകൾ നമുക്ക് എല്ലാവർക്കും ഇടയായി തീരട്ടെ. നമ്മുടെ ജീവിതം, നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം, മാനസം, ദേഹം എല്ലാം നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ പരിപൂർണമായി സമർപ്പിക്കാൻ പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതം ക്ഷണികമാണ്. 2 മാസം കൊണ്ടാണ് അറ്റ്ലാന്റയിലുള്ള പ്രിയ സഹോദരി ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടത്. പലതരത്തിലുള്ള പ്രതീക്ഷകൾ കർത്താവിന് വേണ്ടി ചെയ്യണമെന്ന സഹോദരി ഹൃദയങ്ങൾ ഉണ്ടായിരുന്നു. പലതൊക്കെ ചെയ്യുവാൻ ദൈവം അനുവാദം കൊടുത്തു. എന്നാൽ തന്റെ ജോലി റിസൈൻ ചെയ്ത് കർത്താവിന് വേണ്ടി പരിപൂർണമായിട്ട് പ്രവർത്തിക്കുവാൻ ആ പ്രിയ സഹോദരി ആഗ്രഹിച്ചു. തന്റെ ജീവിതത്തിൽ അത് പ്രാപിപ്പാനായിട്ട് കഴിഞ്ഞില്ല. പ്രിയ സഹോദരൻ എത്രയോ ധൈര്യത്തോടുകൂടെ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് പറയുവാനായിട്ട് ഇടയായിത്തീർന്ന സാക്ഷ്യവചനങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ, കേൾക്കുമ്പോൾ ഞാൻ ആരാ കർത്താവേ, ഞാൻ എന്താണ്? കേവലം ചാഞ്ഞു പോകുന്ന നിഴൽ പോലെ മാത്രം നീളമുള്ള ഈ മനുഷ്യായുസ്സോട് നടക്കുന്ന എന്തൊക്കെയോ ആണ് എന്ന് ഞാനും നിങ്ങളും ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്ന ഈ ജീവിതത്തിൽ എന്നെ തന്നെ സമർപ്പിക്കുവാൻ ദൈവസന്നിധിയിൽ കർത്താവേ, ഞാൻ ഏതുമില്ല, ഞാൻ ആരുമല്ല. ഞാൻ മൂലം ആർക്കും ഒരു അപമാനവും സമാധാനക്കേടും ഉണ്ടാകാതിരിപ്പാൻ എന്നെ തന്നെ സൂക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ എന്നെ എന്തിനു വേണ്ടി ഈ ലോകത്തിൽ നിന്നും വിളിച്ചു വേർതിരിച്ചോ ആ കർത്താവിന് വേണ്ടി അധികമൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല എങ്കിലും മറ്റുള്ളവർക്ക് സമാധാനക്കേടുണ്ടാകാത്ത നിലയിൽ എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഇന്ന് പലക്കാലം നമുക്കൊരു ഡിസിഷൻ എടുക്കുവാൻ കഴിയുമ്പോൾ പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ എൻ്റെ ജീവിതം മൂലം എൻ്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും, എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ സഭാജീവിതം അനുഗ്രഹിക്കപ്പെടും, എൻ്റെ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടും. അങ്ങനെയെങ്കിൽ അനേക നല്ല കാര്യങ്ങൾ ഈ ജീവിതം ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പേ അനേക നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം എന്നെ കൊണ്ടിടയാക്കി തീർക്കും. സമർപ്പിതമായ ജീവിതം നയിക്കുവാൻ ഇന്നത്തെ ഈ വചനചിന്ത മൂലം ഇടയാകട്ടെ എന്നുള്ള വിലയേറിയ പ്രാർത്ഥനയോടുകൂടെ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ഒരുപോലെ സഹായിക്കുമാറാകട്ടെ.